ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് കർക്കിടക മാസമായിട്ടൊന്നും ഉലുവ കഞ്ഞി ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു അമ്മായി ഉണ്ട്, അമ്മമ്മ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയാലോ. കുറച്ച് അരി, ഒരു 1.5 സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇത് കുക്കറിൽ 2 വിസിലിൽ വേവിക്കട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. മോനെ പിന്നെ കത്തിയിട്ട് ഉണ്ടാക്കി കുടിച്ചതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ അല്ലേ ഉള്ളൂ. പിന്നെ അരമുറി തേങ്ങേന് ഒരു നുള്ള് ജീരകം ഇട്ടിട്ട് അരക്കുകയാണ്. മുത്തൂന് തേങ്ങ പൊട്ടിക്കാനേ പിന്നെ കത്തിന് കാട്ടി എളുപ്പം ഇങ്ങനെ കുത്തി പൊട്ടിക്കാനാണ്. കേട്ടോ ഞങ്ങള് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെലവ് ഇവിടെ കൊടുക്കലാണ്. ചെരവണം ഇതെന്താ പറ്റുക? പല്ല് അളകാണ് കൂടുതലാണ്. സ്കൂൾ വണ്ടി വന്നത് ചിന്ന കുട്ടികളെ അവിടെ എടുക്കാൻ പോയത്. ഇതേ കുടം ഇവിടെ വെച്ചതേ അക്കുവാവ ഇതിൽ ഓരോന്ന് കൊണ്ടുവന്നിടും, കളിപ്പാട്ടും അങ്ങനെയൊക്കെ. അപ്പൊ വെള്ളം കേട് എന്താ വെച്ചിട്ട് ഞങ്ങൾ പൈപ്പിലുള്ള വെള്ളം അങ്ങനെ കുടിക്കലില്ല. ഞങ്ങൾ കുടത്തിൽ കൊണ്ടുവന്ന് വെക്കലാണ്. ഇതട്ടോ നമ്മള് പിന്നെ തേങ്ങയും നല്ല ജീരകവും അരപ്പ് ചേർക്കാണ്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് 1 സ്പൂൺ നെയ്യൊക്കെ ചേർക്കണമെന്നാണ്. ഞങ്ങളുടെ നെയ്യൊന്നും ഇല്ല കേട്ടോ. ഞങ്ങള് ഏകദേശം ഇങ്ങനെ വയ്ക്കാനുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കിട്ടണം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേ.
കറി രാവിലെ ഞാൻ കോരമീന് ഇന്നലെ കോര ഇടുന്നുണ്ടേ. അപ്പൊ അത് കുറച്ച് വറുത്ത് ഉണ്ടാക്കി. അപ്പൊ ചോറുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കുടിച്ചേച്ചി ഒരു സ്പൂൺ 2 സ്പൂൺ കുഴപ്പമില്ല. അതല്ല ഇത് ഇങ്ങനത്തെ കുടിക്കാൻ പാടില്ലാന്നുണ്ട്. ഇങ്ങനെ 1 സ്പൂൺ 2 സ്പൂൺ അല്ല. ഞാനൊക്കെ വലിയ കുണ്ടപാത്രല്ലേ അതിന് കട്ടിയായി വരൂലു. പക്ഷെ ശരിക്കും നമ്മളില്ലല്ലോ ഈ ലീവാകുമ്പോ ഇത് ഉലുവ വെള്ളം കുടിക്കണം. അതൊന്നും കുടിക്കാറ്റില്ല ആർക്ക്. ഇങ്ങനെ കുട്ടികളെ നോക്കട്ടോ. നമ്മളല്ലൂസ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. 10 മണിയുടെ വലിയ കുട്ടിയാണ് അല്ലു. ഇങ്ങനെ ഉലുവാക്കി റെഡി ആയിട്ടോ. നല്ല സ്മെല്ലുണ്ടല്ലേ ആ തേങ്ങേന്റെ ഉലുവേന്റെ. അമ്മായിക്ക് അറിയൂല കേട്ടോ ഇത് ഉണ്ടാക്കണം. ഇവരെ പറഞ്ഞിട്ടില്ല. അമ്മായിക്കൊരു സർപ്രൈസ്. കഞ്ഞിയൊക്കെ റെഡിയായി. നമുക്ക് അമ്മയെ ഇതാ നിങ്ങൾക്ക് ഇതാ ഉലുവാക്കഞ്ഞി എങ്ങനെയുണ്ട് നോക്കിയാണ്ട് അഭിപ്രായം പറയട്ടെ അമ്മയെ. ചൂടുണ്ടോ? ഞങ്ങൾ ചൂടാക്കി തരാം കേട്ടോ. നിങ്ങൾ ഈ കഞ്ഞി കുടിച്ചാൽ ഞങ്ങൾക്കൊരു പാട്ടൊക്കെ പാടി തരണേ. നിങ്ങളൊരു പാട്ട് പാടിയാണ്. നേരത്തെ പാടില്ല പാട്ട്. പഴയ പാട്ട് പാടിയ അമ്മായി. നിങ്ങൾക്ക് പഴയ പാട്ടൊക്കെ അറിയില്ല. എന്നാ വേറെ പാട്ട്. നിങ്ങൾ പഴയ പാട്ട് ഏതെങ്കിലും പാടിത്തരി. നിങ്ങൾക്ക് അറിയണ ഏത് പാട്ടായാലും കുഴപ്പമില്ല. എനിക്കായിട്ടുണ്ടാക്കി ഇരുന്നോളേ. പിന്നെ ഞാൻ എന്ത് പാട്ടാ പാടുന്നത്? നിങ്ങൾക്ക് പഴയത് ഏത് പാട്ടായാലും പഴയ പാട്ട് എന്തായിരിക്കോ? ഞാൻ ഒക്കെ മറന്നു. എന്നാലും രണ്ടുപേരെയൊക്കെ കുട്ടാടൻ പാട്ട് പാട്ടായിരുന്നു. കുട്ടാടൻ കുട്ടാടൻ ഈ കുട്ടാടൻ പാടി. കുട്ടാടൻ പാടത്തെ നാടൻ കുട്ടാടൻ കൊയ്താലേ വീടേരിക്കും. കുട്ടാടൻ കൊയ്താലേ വീടേരിക്കും. കട്ടാമോളിലേരിക്കും ഞാനേ. കട്ടാമോളിലേരിക്കും ഞാനേ. കട്ടാവോടിഞ്ഞാലേ വീടേരിക്കും. കട്ടാവോടിഞ്ഞാലേ വീടേരിക്കും. അച്ചമ്മാടി മേലേരിക്കും ഞാനേ. അച്ചമ്മാടി മേലേരിക്കും ഞാനേ. അച്ഛൻ മരിച്ചാലേ വീടരിക്കും. അച്ഛൻ മരിച്ചാലേ വീടരിക്കും. അമ്മ മടി മേലേരിക്കും ഞാനേ. അമ്മ മടി മേലേരിക്കും ഞാനേ. അമ്മ മരിച്ചാലേ വീടരിക്കും. അമ്മ മരിച്ചാലേ വീടരിക്കും. ചൂട് അമ്മായി കഞ്ഞി ചൂടുണ്ടെന്നാണ് ഇപ്പൊ മൊത്തത് ആറ്റിക്കൊണ്ട്. അമ്മായിക്ക് സർപ്രൈസ് കൊടുത്തപ്പോഴേ ഇപ്പം വേണമല്ലോ. എന്നും കർക്കിടകം ഉണ്ടാവില്ലല്ലേ? എന്നും കർക്കിടക കഞ്ഞി കുടിക്കാൻ പാടില്ല അമ്മായി. കുടിക്കണം. എന്നാ അത് ഫ്രിഡ്ജ് വെച്ചാൽ കുടിച്ചു. ഇത് കുടിക്കാൻ ബാക്കി ഫ്രിഡ്ജ് വെക്കാണ്ട് മറ്റന്നാൾ കുടിച്ച് മുനിസായില്ലേ. പിന്നെന്താ
ടേസ്റ്റ് കൊണ്ട് അമ്മായിക്ക് അഭിപ്രായം വരുന്നില്ല. ഇറങ്ങി നോക്കാം. ഇനി അച്ഛമ്മ ആ കഞ്ഞി കുടിച്ചിട്ട് അഭിപ്രായം പറയും. എന്നാലും അമ്മമ്മ നിങ്ങൾ പണ്ടുണ്ടാക്കണ അത്രക്ക് ഉണ്ട് പോരല്ലേ? ഉലുവ കഞ്ഞി അത് കുഴപ്പമില്ല, അത് മതി. നിങ്ങൾക്ക് അറിയണ പഴയ പാട്ട് പണ്ടത്തെ ഞങ്ങളൊരു വീഡിയോ പാട്ട് പാടാൻ മടിയുണ്ടായിരുന്നല്ല എനിക്ക് കഴിച്ചു കൊടുക്കാൻ. ഓളൻ 10ാം വായ്പ എനിക്ക് കഴിച്ചു കിട്ടുന്നില്ല. അതൊക്കെ കേൾക്കുന്നില്ല. നിങ്ങൾ കഞ്ഞിച്ചോളി. 4 മന്ത്രന്മാർ കേട്ടിട്ടുണ്ട് എനിക്ക് പാട്ട്. പാട്ട് കൊയ്ത്തുകാർ പാട്ടുള്ളൂ. പിന്നെ ഇതിനാ നാട്ടുപാട്ട പാടല്. ദൂരം വീട്ടിലെ അലവേരോ ദൂരം വീട്ടിലെ അലവേരോ ഇത് ഞങ്ങൾ ചെറിയ അമ്മായി ഏട്ടാ. അമ്മായി ഇപ്പോൾ കുറച്ച് മുന്നേ വന്നതാണ്. അമ്മായി ഒരു അംഗൻവാടി അധ്യാപിക കൂടിയാണ് കേട്ടോ. അമ്മായി ഒരു ഹായ് പറയൂ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. ബൈ.